തിരുവരങ്ങിലേക്ക് ഹൃദ്യമായ സ്നേഹോഷ്മളമായ സ്വാഗതം. ഗണപതേ അഭയം നർത്തന ഗണപതേ ശരണം കാലമൂഷിക വരവാഹന ദേവാ ത്രികാല നടന വിധായക ദേവാ നിൻ തിരുനടയിൽ നടയുടയും കേരമാകണം വിഘ്നങ്ങൾ മോദനമേകൂ നാരദ വീണ തന്ത്രിയിൽ മീട്ടു ദേവഹംസധ്വനികൾ ഹംസധ്വനികൾ നിനക്കു നർത്തനമാടാൻ മൃദംഗ നടകൾ തീർത്തു നന്ദികേശൻ പഞ്ചനടയിൽ തുടികളുണർത്തി കൈലാസാജലഭൂതഗണം ജരികളുയർത്തി ശിവജട പൂകും രണ്ടാനമ്മ ശിവഗംഗ ജ്ഞാനവനേ നാട്യവനേ കൃപാവനേ ശ്രീ ഗണപതി ജ്ഞാനവനേ നാട്യവനേ കൃപാവനേ ശ്രീ ഗണപതി പിടിമലരേകി മാതൃകരം വ്യാസമാനസ ദൂരമളക്കാൻ ഗജമുഖ ഭാരതവേദം തുമ്പിക്കരമീ ഭക്തശിരസിൽ മന്ദമണയ്ക്കു ഭഗവാനേ ജ്ഞാനവനേ നാട്യവനേ കൃപാവനേ ശ്രീ ഗണപതി 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 കൃപാസമുദ്രം സുമുഖം ത്രിനേത്രം ജഠാധരം പാർവതീ സദാശിവം രുദ്രം മഹന്ധരൂപം ചിദംബരേശം ചിദംബരേശം
ഭാവയാമി 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 ശംഭോ ശിവശംഭോ സ്വയംഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ जल प्रवाह पावितस्थले कलेवलम्ब्य लम्बिताम्भुजङ्गतुङ्गमालिका कमड्डमड्डमड्डमन्निनादवड्डमर्वयं चकार चण्डताण्डवं तनोतु नः शिव शिवम् जटाकटाह सम्भ्रम भ्रम निलिम्ब निर्झरी विलोल वीचि वल्लरी विराजमान मूर्धनि भगज्वलल्ललाट पट्ट पावके किशोर चन्द्रशेखरे रति प्रतिक्षणम् धराधरेन्द्र नन्दिनी विलास बन्धु बन्धुरस्फुरद्दिगन्त सन्तति प्रमोदमान मानसे कृपा कटाक्ष धोरणी निरुद्ध दुर्धरापति क्वचिद्दिगम्बरे मनो विनोदमेतु वस्तुनि जटाभुजंग पिंगल स्फुरत् प्रणामणि प्रभा कदम्ब कुङ्कुमद्रव प्रलिप्त दिग्वधूमुखे मदान्ध सिन्धुर स्फुरत्वगुत्तरीय मेधुरे मनो विनोदमद्भुतं बिभर्तु भूत भर्तरि सदा शिवं भजाम्यहं सदा शिवं भजाम्यहम् ॐ नमः शिवाय।
അസുര പ്രജാപതി ചണ്ഡബാഹു വിജയത്താൽ ശോഭിക്കുന്നു. നിർത്തുക. അനവസരത്തിലെ വാഴ്ത്തുക്കൾ. ഉച്ചത്തിൽ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ അസുരാധിപൻ ചണ്ഡബാഹുവിന്റെ ദർബാർ മാളികയിലെ സമ്മേളനമല്ലിത്. ഭൂമിയും പാതാളവും കീഴടക്കി, നാഗകിന്നര ഗന്ധർവാദികളെയും കീഴടക്കി ചണ്ഡബാഹു എന്ന നാം ഇപ്പോൾ ഇന്ദ്രന്റെ അമരാവതിയുടെ വാതിൽക്കലെത്തിയിരിക്കുന്നത് ദേവകൾ വാഴും സ്വർലോകം കൂടി സ്വന്തമാക്കി പ്രപഞ്ചത്തിലെ അജയ്യനാകാനുള്ള രഹസ്യയുദ്ധത്തിനാണ്. രഹസ്യയുദ്ധങ്ങളിൽ പാലിക്കേണ്ട അടക്കങ്ങളെക്കുറിച്ച് നമ്മുടെ പട ഇനിയും ബോധവാന്മാരല്ലെന്നോ? എവിടെ മഹാവക്രതൻ? ഒളിപ്പോരിനൊരുങ്ങി പാതിരാത്രി ഇന്ദ്രന്റെ മടയിലെത്തുമ്പോൾ ഓരിയിട്ട് ആളെ അറിയിക്കുവാൻ തക്ക വിഡ്ഢിത്തം പടയ്ക്ക് പുലമ്പിക്കൊടുത്തത് ആരാണ്? പൊറുക്കണം. പടയിൽ പുതുതായി ചേർന്ന നാഗകിന്നരന്മാരാണ്. മതി. വന്നതെന്തിനെന്നും വഴക്കമെന്താണെന്നും ചൊല്ലിക്കൊടുക്കുക തമ്പടിച്ചിരിക്കുന്ന നമ്മുടെ സൈന്യത്തോട്. കരുത്തന്മാരായ പോരാളികളെ, ഭൂമി പാതാളങ്ങളെ കീഴടക്കി അജയ്യമായ ദേവലോകം കൂടി ആക്രമിച്ചു നേടാനാണ് അസുരാധിപൻ ചണ്ഡബാഹു തിരുമനസിനൊപ്പം നാം ഇവിടെ ഈ അമരാവതിക്ക് സമീപം എത്തിയിരിക്കുന്നത്. ആ കാണുന്നത് ദേവേന്ദ്രൻ വാഴുന്ന സ്വർലോകമായ അമരാവതിയാണ്. അവിടെ അമരുന്നത് അതീവ ശക്തിവിശേഷങ്ങളുള്ള എണ്ണമില്ലാത്ത ദേവകളാണ്. അവർ പോലും അറിയാതെ അവരെ കീഴ്പ്പെടുത്താനുള്ള ഒളിപ്പോരിനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതെ, എല്ലാ പൗർണമിയിലും ദേവേന്ദ്രനും ദേവകളും ആട്ടവും കൂത്തുകളുമായി മതിച്ചു കഴിയുന്ന രാത്രികളാണ്. അതുകൊണ്ടാണ് നാം ഇന്നേ ദിവസം തന്നെ തിരഞ്ഞെടുത്തത്. ആയതിനാൽ ശ്രദ്ധയോടെ ഉത്തരവാദിത്വത്തോടെ മാത്രം മുന്നേറുക. യുദ്ധമാർഗങ്ങൾ വിശദീകരിക്കുക. ശ്വേതദന്തന്റെ നേതൃത്വത്തിൽ 1,00,000 പട അമരാവതിയുടെ പരശതം പ്രവേശന കവാടങ്ങളിൽ രഹസ്യമായി നിലയുറപ്പിക്കുക. ജംബുമാലികനും 1,00,000 പടയും ദേവകളുടെ വേഷം ധരിച്ച് ഉള്ളിൽ കടന്ന് ദേവകളുമായി അവരറിയാതെ കലരണം. അകത്ത് കടന്ന ജംബുമാലിയുടെ പടയിലെ ഒളിപ്പോർ വീരന്മാർ ആഘോഷവേളകളിൽ ദേവന്മാർ ആയുധങ്ങൾ വെക്കുന്ന കാവൽപുര കീഴടക്കാൻ സജ്ജമായിരിക്കുക. മായാഗുരു പൂർവപാലന്റെ കർമ്മം കൂടി ബോധ്യപ്പെടുത്തുക മഹാവക്ത്ര. ഗുരു പൂർവപാലൻ തന്റെ മായാവിദ്യകൾ കൊണ്ട് ദേവന്മാരുടെ കാഴ്ചയിൽ നിന്ന് നമ്മുടെ രൂപങ്ങളെ പരമാവധി മറച്ചു പിടിക്കും. നമ്മുടെ സൈന്യത്തിന് സ്വർലോകത്ത് നേരിട്ട് ജയിക്കാൻ ഇത്ര സന്നാഹങ്ങൾ മതിയാകില്ലേ തിരുമനസേ? അവിടുത്തെ സുരക്ഷ കൂടി കണക്കിലെടുക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട്. നമ്മുടെ സുരക്ഷയെ പ്രതി ആവലാതിയോ? ദേവകളുടെ പരമ്പൊരുളെന്ന് അവകാശപ്പെടുന്ന സാക്ഷാൽ പരമശിവനെ പ്രീതിപ്പെടുത്തി സ്വന്തമാക്കിയ അപരാജിത രക്ഷയുണ്ട് നമ്മുടെ വാൾത്തലപ്പിൽ. അതുള്ളപ്പോൾ പരമശിവൻ ഉൾപ്പെടെ ഒരുത്തനും നമ്മെ നേർത്തു ജയിക്കാനാവില്ല. നേരമായിരിക്കുന്നു. ഇന്ദ്രസദസ്സിലെ ദേവകന്യകളുടെ കൂത്താട്ടങ്ങൾ കഴിയും മുമ്പ് നാം ലക്ഷ്യം നേടിയിരിക്കണം. തയ്യാറാവുക. വിജയിച്ച് മാത്രം മടങ്ങാനായി.
ഇതാണ് ദേവലോകത്തിന്റെ അനന്യമായ സവിശേഷത. ഇവിടുത്തെ കലാകാരികളുടെ മാറ്റുരയ്ക്കാനാകാത്ത പ്രതിഭ, സുരലോക സുന്ദരിമാരുടെ താരുണ്യവും ലാവണ്യവും നൽകുന്ന സമാനതകളില്ലാത്ത സൗന്ദര്യം. ഈ ഇന്ദ്രനും ഇന്ദ്രലോകവും ആദരവിനാൽ പ്രണമിക്കുന്നു. അക്ഷയശേഷികൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു. പ്രഭു, പ്രഭു, എന്താണ് എന്താണ് സംഭവിക്കുന്നത്? വാ തുറന്നു മുഴിയാൻ ദ്വാരപാലകരാരുമില്ലേ? സഹസ്രാക്ഷനായ നമ്മുടെ കൂത്തമ്പല മാളികയ്ക്ക് പുറത്ത് എന്ത് അഹിതമാണ് സംഭവിക്കുന്നത്? ഇന്ദ്രദേവന് പ്രണാമം. എന്താണ് ഭരണദേവ സംഭവിക്കുന്നത്? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെ ഇന്ദ്രദേവ. നാം ഇവിടെ ആഘോഷ പൗർണമിയിൽ ആനന്ദലഹരിയിൽ മുഴുകി നിൽക്കെ ലക്ഷോപലക്ഷം അസുരപ്പട അമരാവതിയുടെ ആപാത ചൂടം നിമിഷാർദ്ധങ്ങൾ കൊണ്ട് കൈയടക്കിയിരിക്കുന്നു. ആരാണ് അവരെ നയിക്കുന്നത്? മഹാശക്തനായ അസുരൻ ചണ്ഡബാഹു. ആക്രമിക്കാൻ പടയ്ക്ക് നിർദ്ദേശം നൽകൂ ഉടനടി. കഴിയുമെന്ന് തോന്നുന്നില്ല ഇന്ദ്രദേവ. ചണ്ഡബാഹുവിന്റെ കീഴിലുള്ള അസുര സൈന്യം ആദ്യം കീഴടക്കിയത് നമ്മുടെ സൈനിക താവളങ്ങളാണ് പ്രഭു. ദേവസൈന്യത്തിന്റെ പ്രധാനികൾ ഉൾപ്പെടെ ആളും ആയുധപ്പുരകളും പോർനിലകളും എല്ലാം അവർ കൈയടക്കി കഴിഞ്ഞു. ഒരൊറ്റ ആഘോഷരാവ് കൊണ്ട് ഇത്രയും? അയ്യോ, ഇനി ഇനി നമ്മൾ എന്താണ് ചെയ്യുക ഇന്ദ്രദേവ? നമുക്ക് ഇങ്ങോട്ടെങ്കിലും. നിർത്തുക ഇന്ദ്രാണി. വ്യർത്ഥവും സ്വാർത്ഥവുമായ വില, ചെറുത്തുനിൽപ്പിന്റെയും പ്രതിരോധത്തിന്റെയും എല്ലാം കോട്ടക്കുത്തളങ്ങളെ ഭേദിച്ച് ശത്രു സ്വർഗരാജ്യത്തിലേക്ക് അല്ല, സ്വർഗരാജ്യമേറെക്കുറെ പിടിച്ചടക്കിയിരിക്കുന്നു. അപകടം. അതിന്റെ ആസുരതയോടെ വാപിളർന്ന് നമ്മൾ ദേവന്മാരുടെ മൂക്കിൻ തുമ്പത്ത് തൊടാൻ ആഞ്ഞു നിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് മാത്രമായി എന്ത് രക്ഷ? വരുണദേവ, എന്നിട്ട് ഈ ചണ്ഡബാഹു ഇപ്പോൾ എവിടെയുണ്ട്? ഇവിടെ അങ്ങയുടെ മൂക്കിന് താഴെ. കഴിഞ്ഞു ഇന്ദ്ര. കാലങ്ങൾക്ക് മുമ്പ് പാലാഴി കടഞ്ഞത് മുതൽ ഇങ്ങോട്ട് അസുര ലോകത്തോട് അമരന്മാരായ നിങ്ങൾ ദേവകൾ കാട്ടിവന്ന അപരാധപൂർണമായ അധിനിവേശത്തിന് അവസാനമായിരിക്കുന്നു. പരമശിവൻ മുതൽ പാറാവുകാരൻ വരെ സകല ദേവ പരീക്ഷകളും ഈ ചണ്ഡബാഹുവിന്റെ അടിമകളായിരിക്കുന്നു. ഇന്ദ്രദേവ, അത്രയ്ക്കാർജവമോ ഇന്ദ്ര? തോൽവിയുടെ നടുക്കടലിലും നിനക്ക്. നിന്നെക്കുറിച്ച് നാം കേട്ടത് നീ ഒരു ഭയന്താൻ മൂളിയെന്ന. കാണട്ടെ കാണട്ടെ നിന്റെ ധൈര്യം. ഇന്ദ്ര, നാം ഇതാ നിന്റെ നല്ല പാതിയായ ഇന്ദ്രാണിയുടെ മതമുറഞ്ഞ മേനിയിൽ ഇവരെല്ലാം കാണെ കൈവയ്ക്കാൻ പോകുന്നു. ഇന്ദ്രദേവ, രക്ഷിക്കൂ ഇന്ദ്രദേവ. ഇന്ദ്രാണി, നാം നിസ്സഹായനാണ്. നമുക്ക് സാക്ഷാൽ കൈലാസനാഥനെ വിളിക്കാം. ആ തിരുമണ്ടൻ തന്ന അപരാജിത രക്ഷ എന്റെ വാർത്തലപ്പിൽ ഉള്ളിടത്തോളം കാലം എന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല ഇന്ദ്ര. വേണ്ട, ഞാൻ ലോകമാതാവായ മഹാദേവിയെ ശരണം പ്രാപിക്കും. മഹാദേവി എന്നെ രക്ഷിക്കും. കാണട്ടെ. അമ്മേ, ദേവി.
जनयनी कात्यायनी भैरवी सावित्री नवयौवना शुभकरी साम्राज्यलक्ष्मी प्रदा चिद्रूपी परदेवता भगवती श्रीलिंग भैरवी भैरवी मोदिनी देवता त्रिभुवनी आनंद सदायिनी वाणी वल्लभ पाणि वेणु पुरणी गान प्रिया लोलिनी. അല്ലയോ നിന്ദനും നീചനുമായ ചണ്ഡബാഹു, സ്ത്രീകളുടെ നേരെ കരബലമുയർത്തിയ നെറികെട്ട നിന്നോട് മഹാദേവിയായ നാം പോരിന് വിളിക്കുന്നു. വാ, വാ. അല്ലയോ നിഷ്കളങ്കയായ മഹാദേവി, അവിടുത്തെ പതി തന്ന രക്ഷയുണ്ട് എന്റെ വാളിൻ തുമ്പിൽ. അതുള്ളിടത്തോളം കാലം എന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ഒരുത്തനും കഴിയില്ല എന്ന വരബലമേ പരമേശ്വരൻ നിനക്ക് തന്നുള്ളൂ. ഒരുത്തിക്ക് കഴിഞ്ഞാലോ അതേ ചണ്ഡബാബു, ആണൊരുത്തനും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന വരപ്രസാദമുള്ളൂ. മഹിഷാസുരൻ എന്ന കരുത്തനെ കൊന്ന മഹാദേവിയുടെ ആർജവം നിന്നെ വെല്ലുവിളിക്കുന്നു. ആണത്വമുണ്ടെങ്കിൽ നേർക്ക് നേർ പൊരുതാൻ സമയം നിശ്ചയിക്ക്. അതിൽ നീ ജയിച്ചാൽ സ്വർലോകം നിനക്ക്, തോറ്റാൽ ആയുഷ്കാലത്തേക്ക് നിന്റെ വിധി നാം നിശ്ചയിക്കും. സമ്മതമാണോ ചണ്ഡബാഹു? സമ്മതം, 1000 വട്ടം സമ്മതം. ിമാലയ
വിശ്വം തന്നെ കീഴടക്കിയ അസുര സാമ്രാട്ട്, കരുത്തരിൽ കരുത്തൻ. നീ ദേവി 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 പരമസുന്ദരി പ്രണയമോഹിനി പരമസുന്ദരി പ്രണയമോഹിനി പഞ്ചരൂപ മനോഹരി ഹൃദയ പത്മദലങ്ങളിൽ ഹൃദയ പത്മദലങ്ങളിൽ സദയമുണരു കാമിനി ദേവി ദേവി ദേവി. മുന്നോട്ട് വരരുത്, ഒരു വിരൽപ്പാട് പോലും. വന്നാൽ അസുര സാമ്രാട്ടും ദിഗ്വിജയുമെന്ന് സ്വയം അഹങ്കരിക്കുന്ന ചണ്ഡബാഹുവെന്ന കരുത്തന്റെ ചോര വീട് കുതിരും ഈ ശയ്യ മന്ദിരത്തിന്റെ തൂവെണ്ണ കല്ലുകൾ. ചണ്ഡബാഹുവിനെ ഈ ഉലകത്തിൽ ഒന്നും ആർക്കും ചെയ്യാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ല അല്ലേ? കൈലാസം വാഴുന്ന മണ്ടനായ ശ്രീ പരമേശ്വരൻ വരദാനമായി തന്ന അപരാജിത രക്ഷയുള്ള വാഴ്ത്തല. ആ വാളാണ് മൂഢ ഇപ്പോൾ എന്റെ കയ്യിലിരിക്കുന്നത്. എന്റെ ഉടവാൾ, എന്റെ ഉടവാൾ. ആരാണ് നീ? ആരാണ് നീ? ഈ ചോദ്യം ആദ്യമേ ചോദിക്കേണ്ടിയിരുന്നു ചണ്ഡബാഹു. അതെങ്ങനെ? പെണ്ണുടല് കണ്ടാൽ കാലവും പ്രായവും സമ്മതവും കാക്കാതെ കുത്തിപ്പറിക്കാൻ നിൽക്കുന്ന നിനക്ക് ഏത് പെണ്ണായാൽ എന്ത് അല്ലേ? നീ ആരാണ്? നിനക്കെന്താണ് വേണ്ടത്? ഭഗവാൻ കൈലാസനാഥന്റെ ഉടൽപാതിയും ചണ്ഡികയും ചാമുണ്ടിയുമായ മഹാദേവിയാണ് നാം. നമുക്ക് വേണ്ടത് നീ പിടിച്ചെടുത്ത സ്വർഗങ്ങളുടെ താക്കോലുകൾ, പിന്നെ അക്രമിയും ദുഷ്ടനുമായ നിന്റെ ദയനീയമായ ഒടുക്കം. ഇതാ ഇതാ ഞാൻ കൈക്കലാക്കിയ സ്വർഗത്തിന്റെ താക്കോലുകൾ. ഇതാ. ഇനി എന്നെ ഒന്നും ചെയ്യരുത് ദേവി. യുദ്ധവും ബഹളവും ഒന്നുമില്ലാതെ അടിയൻ ഇപ്പോഴേ തിരിച്ചു പോയിക്കൊള്ളാം. എന്നെ ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുതേ ദേവി. ഇല്ല ചണ്ഡബാഹു, നിന്നെ ഈ കോലത്തിൽ കരുത്തോടെ വീണ്ടും ജീവിക്കാൻ അനുവദിച്ചാൽ ഇനിയും ഒരുപാട് സ്ത്രീകളുടെ മാനത്തെ ചവിട്ടിയരയ്ക്കും. അതുകൊണ്ട് നിന്റെ ഇരു കരങ്ങളും ഇരു കാലുകളും നാം അരിഞ്ഞെടുക്കും. കൈകാലുകളില്ലാത്ത മാംസപിണ്ഡമായി നീ ഇഴഞ്ഞു ജീവിക്കാം. ദേവി, അടിയന്റെ ഭർത്താവിനെ കൊല്ലരുത്. അടിയന്റെ പേര് മൈഥിലി.
ചണ്ഡബാഹുവിന്റെ ഭാര്യയാണ്. ഈ ഉള്ളവള് ഒരു ശിവഭക്തിയാണ്. അത് കരുതിയെങ്കിലും അടിയന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുതേ. ഇത്രയും ക്രൂരനും നിന്ദനും സ്ത്രീലമ്പടനുമായ പുരുഷനെ നിനക്ക് എന്തിനാണ് മൈഥിലി? അടിയന്റെ ഭർത്താവായി പോയില്ലേ? അടിയനെന്നും ഉയരോടെ കണ്ടാൽ മാത്രം മതി. മഹാദേവി കരുണ കാട്ടണം. കണ്ടുവോ ചണ്ഡബാഹു, ഒരു പതിവ്രതയായ പെണ്ണിന്റെ രോദനം? ഇങ്ങനെയുള്ള പതിവ്രതകൾ ഉൾപ്പെടെ എത്ര സ്ത്രീകളെ നീ... എന്നിട്ടും നിന്റെ ഭാര്യ നിന്നെ വെറുക്കുന്നില്ല, നിന്റെ ഉയിരിനായി പ്രാർത്ഥിക്കുന്നു. അതാണ് പെണ്ണ്. ഈ പെണ്ണൊരുത്തിയുടെ കണ്ണീരിന് മുന്നിൽ, ഇവളുടെ കണ്ണീരിന് മുന്നിൽ മാത്രം നാം നിന്നെ വെറുതെ വിടുന്നു. പക്ഷേ നിന്റെ അഹങ്കാരത്തിന്റെ ഉളവാൾ നാം തിരിച്ചെടുക്കും. പോയി ഇനിയെങ്കിലും മഹമ്മദിയും മഞ്ഞനെ ഉപദ്രവിക്കലും ഒഴിഞ്ഞ് അന്തസ്സായി ജീവിക്ക്. ഇത് മൈഥിലി എന്ന നിന്റെ ഭാര്യയുടെ കണ്ണുനീർ നിനക്ക് നൽകിയ ഉയിർ ഭിക്ഷ. ആരാണത്? അപഹസിച്ച് ചിരിക്കുന്നത് ആരാണ്? സദാശിവം മഹേശ്വരം ജടാധരം ശിവകരം ശുഭകരം വിനായകം കലാധരം പ്രമാണകം ത്രിശൂലകം ഗൗരവം ഗൗരീശ്വരം അന്നകം ധരിച്ചിടും കാളിയാകാതരം ശങ്കരം സദാശിവം മഹേശ്വരം ജടാധരം ശിവകരം ശുഭകരം വിനായകം കലാധരം പ്രമാണകം ത്രിശൂലകം ഗൗരവം ഗൗരീശ്വരം അന്നകം ധരിച്ചിടും കാളിയാകാതരം ഗംഗയും ജടയിലും മുക്തിയും മൃത്യുവും നായകം ശങ്കരം ശിവം ശുഭം ശങ്കരം. അങ്ങേയറ്റം ക്രൂരനായ, സ്വർലോകത്തെ വരെ വരുതിക്ക് നിർത്താൻ തുനിഞ്ഞ ചണ്ഡബാഹു എന്ന കൊടിയ ക്രൂരനെ തോൽപ്പിച്ച് നാം നിൽക്കുന്ന ഈ വേളയിൽ അവിടുന്ന് എന്തിനാണ് പരിഹാസത്തിന്റെ ലാഞ്ചനയുള്ള ചിരിച്ചിരിക്കുന്നത് പരമേശ? ദേവി ചണ്ഡബാഹുവിനെ ജയിച്ചു എന്നത് നേര്. പക്ഷേ ചണ്ഡബാഹു തോറ്റു എന്ന് കരുതുന്നതിൽ നേരൊട്ടുമില്ലതാനും. മനസ്സിലായില്ല. അല്ലയോ ദേവി, കയ്യിൽ കിട്ടിയ ചണ്ഡബാഹുവിനെ കൊല്ലാതെ വിട്ടത് അബദ്ധമായി എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഭഗവാനെ, അവന്റെ ഭാര്യയുടെ കണ്ണീരിന് മുന്നിൽ... ദേവി, അതാണ് നാം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ജയിച്ചത് ചണ്ഡബാഹു ആണെന്ന്. ദുഷ്ടനെങ്കിലും മഹാവ്രതനാണ് ചണ്ഡബാഹു. അവനിനിയും കഠിന തപം ചെയ്ത് മഹാസിദ്ധികൾ നേടിയാൽ അപ്പോൾ അവന് നാശമില്ലെന്നാണോ? ഉണ്ട്. പക്ഷേ അത് ഈ നിമിഷമല്ല എന്ന് ഓർമ്മിപ്പിച്ചതാണ്. അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ശചീദേവിയുടെ അംശാവതാരമായി ദേവിയുടെ അനുഗ്രഹത്തോടെ തന്നെ ഭൂമിയിൽ ഒരു മനുഷ്യകന്യക ജനിക്കും. കാളിക. ആ കാളികയുടെ ജന്മങ്ങളിലൂടെ മാത്രമേ ചണ്ഡബാഹുവിന്റെ നാശം സംഭവിക്കൂ. ഭഗവാൻ, നടക്കേണ്ട സമയത്ത് നടന്നുകൊള്ളും കാർത്തിയായനി. അതെ, ഇനി രൗദ്രമുഖിയുടെ ഊഴം. ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ വാക്കുകൾ സത്യമായിരുന്നു. കാലം കഴിഞ്ഞു. ഭൂമിയിൽ വിരഞ്ജനം എന്ന നാട്ടുരാജ്യത്തെ നാടുവാഴിയുടെ മകളായി കാളിക ജനിച്ചു വളർന്നു. തന്റെ ജന്മനിയോഗം എന്തെന്നറിയാതെ തന്നെ. ഇതേ നേരം സ്വർലോകത്ത് നിന്ന് തനിക്കേറ്റ മാനക്കേട് ചണ്ഡബാഹുവിന്റെ മനസ്സിൽ വളർന്നുകൊണ്ടേയിരുന്നു.
ദേവന്മാരെ തകർക്കാൻ പല തന്ത്രങ്ങളും ചണ്ഡബാഹു മെനഞ്ഞു. ഒഴുകി എത്ര കുടിച്ചിട്ടും മത്ത് പിടിക്കുന്നില്ല. മനസ്സ് മയങ്ങുന്നില്ല. മധുവിന്റെ മഹാസാഗരം സൃഷ്ടിച്ച് അതിൽ മുങ്ങി ജലസമാധി കൊണ്ടാൽ പോലും ലഹരി തലയ്ക്ക് പിടിക്കുമെന്ന് തോന്നുന്നില്ല. ഒഴുക്ക് സേവക, ഒഴുക്ക്. ആ പ്രഭു, അവിടുന്ന് പതിവിലും എത്രയോ അധികമായി ഇന്ന്. ഏത് പ്രഭു, എന്ത് പ്രഭു? എല്ലാത്തിനും കാരണം അവളാണ്, അവൾ മാത്രം. മഹാദേവിയല്ലേ തിരുമനസ്? അല്ല, മൈഥിലി, നമ്മുടെ ഭാര്യ മൈഥിലി. ജീവിതം ശങ്കരിയിൽ നിന്നും ഇരന്നു വാങ്ങിത്തന്ന് നമ്മുടെ ജന്മത്തെ പരിഹസിച്ചത് അവളാണ്. മഹാപ്രഭു, എവിടെയെല്ലാം തെരഞ്ഞു അടിയൻ? ഇപ്പോൾ അവിടുത്തെ നാമം പറഞ്ഞതേ ഉള്ളൂ തമ്പുരാൻ. 100 ആയി സാർ. ഇല്ല, 100 ആണ്ട് പോയിട്ട് 100 നിമിഷങ്ങൾ പോലും ഇനി ഇവൾക്ക് ആയുസില്ല. നമ്മെ അപമാനത്തിന്റെ ആഴമറിയാ ചുഴിയിലേക്ക് തള്ളിയിട്ട് ജീവൻ പിച്ച വാങ്ങിയ ഇവൾ കാരണമാണ് നമുക്ക് ഈ അപമാനമൊക്കെ ഏൽക്കേണ്ടി വന്നത്. ഇനി നീ ജീവിച്ചിരിക്കണ്ട. ചണ്ഡബാഹുവിന്റെ ചരിത്രത്തെ ചവർ വീപ്പയിലേക്ക് വലിച്ചെറിയാൻ കാരണമായ നീ ഇനി ജീവിച്ചിരിക്കണ്ട. നഷ്ടപ്പെട്ട വീര്യവും പ്രതാപവും എന്തു വില കൊടുത്തും നാം തിരികെ നേടും. ഏത് നെറികെട്ട മാർഗം സ്വീകരിച്ചാലും നമുക്ക് ജയിച്ചേ മതിയാകൂ. കാരണം നാം ചണ്ഡബാഹുവാണ്, ചണ്ഡബാഹുവാണ്. ആഭിചാര ചക്രവർത്തിയും ദുർമാന്ത്രികനുമായ കബോധന്റെ ആഭിചാരക്കളത്തിൽ വന്നും കണ്ടും കൊണ്ടും നിൽക്കുന്ന ദുരാത്മാക്കളെ, ചത്തിട്ടും ചാവുമോക്ഷം കിട്ടാതെ കരഞ്ഞുമേവും ഗതി കിട്ടാ പ്രാണാങ്കളെ, വരിക. ആഭിചാരഗുരു കബോധൻ കളം വരച്ചൊരുക്കിയ കുരുതിത്തട്ടിലേക്ക് വരിക. ആഡോപനത്തിന് തയ്യാറെങ്കിൽ ഈ കിടക്കും ചവത്തെക്കൊണ്ട് പറയിക്കുക എന്താ നാം വേണ്ടതെന്ന്. പറയുക മൃതപിണ്ഡമേ. ഈയിരിക്കും നാടുവാഴ്, ഏർമുഖം വാഴും വജ്രമുഖൻ, ഏഴയാമൻ തോഴൻ, ഉള്ളും മനതോടെ തിങ്കും വേദനയോടെ കബോധന്റെ സമക്ഷം വന്നടിഞ്ഞിരിക്കുന്നു. കണ്ണീര് തോർത്തി കരുതിയത് കാട്ടിക്കൊടുക്കേണ്ടത് കബോധന്റെ പൊറുപ്പ്. ചൊല്ലുക മൃതപിണ്ഡമേ, ഈയിരിക്കും വജ്രമുഖൻ എന്താണ് ചെയ്യേണ്ടത്? നാം ഒരു പരിഹാരം പറഞ്ഞല്ലോ, അത് മതിയോ? ചൊല്ലുക, ചൊല്ലുക. ചൊല്ലില്ല, ചൊല്ലില്ല, നീ ചൊല്ലില്ല. അത് അന്തസ്. അവനെന്താണ് വേണ്ടതെന്ന് ആദ്യം പറയട്ടെ. കേട്ടില്ലേ വജ്രമുഖ? നിന്റെ ആവശ്യമെന്തെന്ന് ചൊല്ല്. അത് അങ്ങയോട് ഞാൻ പറഞ്ഞതാണല്ലോ. ചോദിക്കുന്നത് ഞാനല്ല, ചാവ്, ചാവ്. അതിനോട് ചൊല്ല്. ഏട്ടനാണ് നാടുവാഴി. ഏട്ടന്റെ കയ്യിൽ നിന്നും നമ്മുടെ ദേശത്തിന്റെ അധികാരം നമുക്ക് കിട്ടണം. അതിന് ന്യായപ്രകാരം നിന്റെ ജ്യേഷ്ഠൻ തന്നെയല്ലേ അർഹൻ?
ന്യായപ്രകാരം ചെയ്യാനെങ്കിൽ ആരെങ്കിലും ആഭിചാരിയുടെ സമക്ഷം വരുമോ? നീ പരിഹാരം ഞാൻ പറഞ്ഞത് മതിയോ പോരെന്ന് ചൊല്ലിയാൽ മതി. വിധികർത്താവ് ചമയണ്ട. കബോധൻ ചൊല്ലിയത് മതി. അതിപ്രകാരം കൊട്ടാരത്തിനുള്ളിൽ ജനിച്ച മുലകുടി മാറാത്ത ഒരു കുഞ്ഞിനെ കൊരുതി കൊടുക്കണമെന്നല്ലേ കബോധൻ പറഞ്ഞത്? അത് മതി, അത് മതി. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഊഹം അച്ചട്ടാണ്. കൊണ്ടുവന്നിട്ടുണ്ടോ പാൽമണം മാറാത്ത കുഞ്ഞിനെ? അവനും മരുമകളും കാണാതെയാണ് കടത്തിക്കൊണ്ടുവന്നത്. 71 ദിവസം പ്രായം. കഥ കേൾക്കണ്ട, നമുക്ക് കാര്യം നടന്നാൽ മതി. കൊണ്ടുവാ. കുരുതി കൊടുക്കുന്നത് നാം മടങ്ങിയിട്ട് മതി. ഒന്നുമല്ലെങ്കിലും എന്റെ ചോരയില്ലേ. ആദ്യമായത് കൊണ്ടാണ് ഈ പാറപ്പുറത്തും കോവിൽ ചുമരുകളിലും കരിവാളിച്ച് കാണുന്നത് കരിമഷി പടർന്നതിന്റെ ശേഷിപ്പല്ല, കുഞ്ഞുങ്ങളുടെയും കന്യകകളുടെയും ചോര വീണ് കറുത്തതാണ്. എന്തൊരു മണം അറിയുമോ വജ്രമുഖ? മുലപ്പാലല്ലാതെ മറ്റൊന്നും രുചിച്ചിട്ടില്ലാത്ത കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക് ഒരു വല്ലാത്ത ഗന്ധമാണ്. ആരംഭിക്കാം. ഗുരു, ഈയുള്ളവന്റെ കൺമുന്നിൽ വെച്ചല്ലാതെ. ഭയമാണെങ്കിൽ വേണ്ട. കൃപാരി, ഇതിനെ ഉള്ളത്തിൽ കൊണ്ടുപോകും. അവിടെ വച്ചാകട്ടെ കർമ്മം. പക്ഷേ വജ്രമുഖ, കുരുതിക്കുരുന്നിന്റെ അവസാന ഒച്ച കർമ്മത്തിന്റെ യജമാനൻ കേൾക്കണം. അതാണ് വഴക്കം. അല്ലേ അല്ലേ മൃതപിണ്ഡമേ? അതെ കബോധ. ചോദിക്കുന്നത് കൊണ്ട് അനിഷ്ടം തോന്നരുത്. ഇതാരുടെ ശവമാണ്? ലോകം കണ്ട ഏറ്റവും വലിയ ദുർമന്ത്രവാദിയായിരുന്ന ഭഗതാവിന്റെ ശവം. അതായത് എന്റെ പിതാവിന്റെ. അറിയുമോ സ്വാർത്ഥലാഭത്തിന് വേണ്ടി എന്റെ പിതാവിനെ കൊന്നതാണ്. ആരാണ്? ഞാൻ തന്നെ. ഞാൻ തന്നെ. കർമ്മം ആരംഭിക്കാം. വേറെയും പ്രമുഖർ ചിലരെന്നെ തേടി എത്താനുണ്ട്. നേരമില്ല. ഇനി നിനക്ക് പോകാം. 11 അമാവാസി താണ്ടും മുമ്പ് കിരീടം നിന്റെ തലയിൽ. ചെല്ലാൻ. ഗുരുതിക്ക് ശേഷമുള്ള ചാവാട്ടം തുടങ്ങാം.
സ്ഥലം ഇത് തന്നെയെന്ന് തോന്നുന്നു. സ്ഥലം മാത്രമല്ല, നീ തിരയുന്ന ആളും ഇതുതന്നെ. ചണ്ടബാഹു, നാം നിന്നെ കാത്തിരിക്കുകയായിരുന്നു. മനക്കണ്ണുകൊണ്ട് നമുക്കറിയാമായിരുന്നു പഴയ അസുരാധിപൻ ചണ്ടബാഹു ആശയറ്റവനായി കബോധനരികിലെത്തുമെന്ന്. നാം വന്നത് അറിയാം, പറയാതെ തന്നെ. ഒരിക്കൽ ശ്രീ മഹാദേവിയുടെ തന്ത്രക്കുരുക്കൽപ്പെട്ട് സർവവിജയങ്ങളിൽ നിന്നും നിഷ്കാസിതനായവൻ വീണിടത്ത് നിന്ന് പിടിച്ചു കയറുവാൻ ഒരു കൈത്താങ് തേടി കബോധന്റെ കാട്ടുമാളത്തിലെത്തിയവൻ. ശരിയല്ലാത്തത് ഏതെങ്കിലുമുണ്ടോ? പറഞ്ഞതിൽ എല്ലാം ശരിയാണ്. നമുക്കെല്ലാം തിരിച്ചു പിടിക്കണം കബോധരെ. വില എത്ര നൽകേണ്ടി വന്നാലും, ആഭിചാരം എത്ര വലുത് ചെയ്യേണ്ടി വന്നാലും. പക്ഷേ ആഭിചാരം മാത്രം കൊണ്ട് നേടാനാവില്ല നിനക്കൊന്നും. നിനക്ക് വേണ്ടത് ഇടം ഭാഗത്ത് സമ്പൂർണ്ണ ദേവതാഗുണമുള്ള ഒരു പെണ്ണാണ്. മനസ്സിലായില്ല. നിന്റെ നഷ്ടപ്പെട്ട വാളുപോലെ വരപ്രസാദമുള്ളൊരു പെണ്ണുണ്ട്. അവളെ നീ സ്വന്തമാക്കിയാൽ, അവളുടെ കന്യകാത്വം കവർന്ന് ആ ദേവതാഗുണങ്ങളെ നിന്നിലേക്ക് പകർത്തിയാൽ മാത്രമേ ഇനിയുള്ള പോരാട്ടങ്ങളിൽ നിന്റെ ഭാഗത്ത് വിജയമുണ്ടാകൂ, വിളക്കമുണ്ടാകൂ. ആരാണവൾ? എവിടെയാണവൾ ഉള്ളത്? അങ്ങ് ദൂരെ വിരഞ്ജനമെന്ന ദേശത്ത് കാളികയെന്ന് പേരുള്ളൊരു കന്യകയുണ്ട്. ഉലകത്തിലെ സമസ്ത ശുഭഗുണങ്ങളും അടങ്ങിയ ജന്മം. അവൾ ഏത് വീട്ടിൽ, ഏത് സാഹചര്യത്തിൽ എന്നൊന്നും നമുക്കറിയില്ല. നമ്മോട് ചോദിക്കുകയും അരുത്. കാളിക. അവൾ ഏത് നാട്ടിലോ വീട്ടിലോ കോലത്തിലോ ആയിക്കോട്ടെ, അവളെ നാം സ്വന്തമാക്കിയിരിക്കും. നിബന്ധന ഒന്നുണ്ട് ചണ്ടബാഹു. അവളുടെ സമ്മതപ്രകാരം അവളോടൊപ്പം ശയിച്ചാലേ അവളുടെ ഗുണം നിന്നിലേക്ക് പകരൂ. ഇല്ലെങ്കിൽ ഗുണത്തെക്കാളുപരി ദോഷമായിരിക്കും ഉണ്ടാവുക. അവളുടെ സമ്മതം വാങ്ങുന്ന കാര്യം നമുക്ക് വിട്ടേക്ക്. ഏതൊരു പെണ്ണിനെയും ഇഷ്ടപ്പെടുത്താനുള്ള ചില ശേഷികൾ നമുക്കുണ്ടെന്ന് കൂട്ടിക്കൊള്ളൂ കബോധരെ. ഇത് നാം നേടിയിരിക്കും. അവളുടെ ദേശവും നാമവും ഒന്നുകൂടി പറയാമോ? വിരഞ്ജനമെന്ന ദേശം, കാളികയെന്ന പെണ്ണ്. അല്ലയോ ഉത്തമ ഗുണമുള്ള കാളികയെന്ന കന്യകയെ, നീ ഈ ഉലകത്തിൽ എവിടെയായിരുന്നാലും നാം നിന്നെ സ്വന്തമാക്കിയിരിക്കും. ഇത് സർവം നഷ്ടപ്പെട്ടവന്റെ മൃതസഞ്ജീവനിക്കായുള്ള യുദ്ധമാണ്. ആഹാ, ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഇത് കഴിച്ചാലും എനിക്ക് വേണ്ട. അങ്ങനെ പറയരുതേ കുമാരി. സുന്ദരമായ അവിടത്തെ തളിർമേനി ശോഷിച്ചു തുടങ്ങിയിരിക്കുന്നു. കളിച്ചിരി മാത്രം വിളയാടിയിരുന്ന അവിടത്തെ മുഖത്തെ ശോകം കരിന്തിരി കത്തുന്നു. അന്നപാനീയങ്ങളില്ലാതെ എത്ര നാൾ, എങ്ങനെ? അവിടുന്ന് കഴിച്ചാലും കുമാരി. വിശപ്പില്ല, എനിക്ക് വേണ്ട തൊഴിൽ. അങ്ങനെ പറയരുതേ അവിടുന്ന്. എനിക്ക് ഈ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർക്കിത് നെഞ്ചകം പിളരുന്ന കാഴ്ചയാണ് കുമാരി. ഈ ഉള്ളവൾക്ക് വേണ്ടിയെങ്കിലും അവിടുന്ന് ഇത് കഴിക്കണം. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? നീ ആരാ എന്നെ സ്നേഹിക്കാൻ? നീ ആരാ എന്റെ സങ്കടം കാണാൻ? എന്നെ ഈ തടവറയിൽ അടച്ച എന്റെ സഹോദരനില്ലാത്ത ദുഃഖം നിനക്കെന്തിനാ? യാഗത്തിന് ബലിയർപ്പിക്കാൻ കെട്ടിയിട്ടിരിക്കുന്ന ഗോവിന് കൊല്ലം മുമ്പ് വെള്ളം കൊടുക്കും പോലെ കാരുണ്യത്തിന്റെ കുംഭപാത്രവുമായി വന്നിരിക്കുന്നു. അവിടുത്തെ ഈ അവസ്ഥയിൽ
ചങ്കു പൊള്ളുന്ന വേദനയുണ്ട്. പൊന്നു തമ്പുരാന്റെ കൽപ്പനയാണ് സ്വന്തം സഹോദരിയെ ഇരുട്ടറയിൽ ഏകാന്തവാസത്തിൽ അടയ്ക്കാൻ. ഒരു കൊട്ടാരം ദാസിക്കതിൽ എന്ത് ചെയ്യാനാവും കുമാരി? അടിയൻ എന്തു പിഴച്ചു? പിഴച്ചത് നീയല്ല, ഇവൾ എന്റെ പെങ്ങൾ. ആവോളം സ്നേഹവും ലാളനയും വാരിക്കോരി കൊടുത്ത് വളർത്തിയ നമ്മുടെ പൊന്നനുജത്തിയാണ് പിഴച്ചുപോയത്. വീരന്മാരായ ഒരുപാട് പേരെ പെറ്റുപോറ്റിയ വിരഞ്ജനത്തിന്റെ രാജകുമാരിയാണ് വല്ലികെ പിഴച്ചുപോയത്. പിഴച്ചു പോകയോ? ഞാനോ? പിഴ എന്ന വാക്കുകൊണ്ട് അങ്ങ് അർത്ഥമാക്കുന്നത് എന്താ? ഞാൻ എന്ത് തെറ്റാ ജ്യേഷ്ഠ ചെയ്തത്? സൂര്യ വെളിച്ചം പോലും കയറാത്ത ഈ ഇരുളറിയിൽ തളച്ചിടാൻ മാത്രം കാണുക ചെയ്ത അപരാധം എന്തേ? കൊട്ടാരക്കെട്ടുകളിലും കോവിലകങ്ങളിലും പാട്ടും കവിതയുമായി നടക്കുന്ന തെരുവ് തെണ്ടിയായ ഒരുത്തനെ പ്രേമിച്ചത് തന്നെയാണ് അപരാധം. അത് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിച്ചിട്ടും കൂട്ടാക്കാതെ അവനോടുള്ള പ്രണയത്തിൽ ഉറച്ചു നിന്ന് ദേശത്തെയും ദേശവാഴിയെയും അപമാനിച്ചത് അതിലും കൊടിയ അപരാധം. തടവറയിലടക്കേണ്ട കുറ്റമല്ല, തലയറുക്കേണ്ട കുറ്റം. ചെയ്യാത്തത് ഉടപ്പിറപ്പെന്ന കാരുണ്യം. ജയേന്ദ്രൻ എന്ന കവിയെ ഞാൻ ഇഷ്ടപ്പെട്ടത് ദേശവാഴിയായിരുന്ന നമ്മുടെ പിതാവ് മായാമുഖന്റെ അറിവോടെയും സമ്മതത്തോടെയുമായിരുന്നു. അദ്ദേഹത്തിന് അത്രയും വാത്സല്യമുണ്ടായിരുന്നു ജയേന്ദ്രനോട്. നാമല്ലേ ഇപ്പോൾ നാടുവാഴി? പിതാവ് നാട് നീങ്ങിപ്പോയില്ലേ? നാട് നീങ്ങിയതല്ലോ, നീ കൊന്നതല്ലേ അധികാരത്തിന് വേണ്ടി. കഥകൾ എനിക്കും അറിയാൻ ജ്യേഷ്ഠ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ അനുഗ്രഹ കൈ ഉയർത്തിയനെ എനിക്കും ജയന്തനും വേണ്ടി. അറിവും അഴകും കാര്യശേഷിയും നിന്നെക്കാൾ ഏറെയുള്ള ജയന്തൻ അച്ഛന്റെ മരുമകനായി വന്നാൽ അധികാരം നാളെ അച്ഛൻ ജയന്തനെ ഏൽപ്പിക്കുമോ എന്ന് നീ ഭയന്നു. ശയ്യാമുറിയിൽ നാഗദംശനമേറ്റത് അബദ്ധത്തിൽ പിതാവ് കൊല്ലപ്പെട്ടതല്ല. കഠിന വിഷമുള്ള സർപ്പത്തെ കൊണ്ടുവന്ന് പാമ്പാട്ടിയുടെ സഹായത്തോടെ അച്ഛനെ കടുപ്പിച്ചൊടുക്കിയതാ നീ എന്ന് എനിക്കറിയാം. മതിയാക്കുക നിന്റെ ധിക്കാരവും പുലയാട്ടും. ജയന്തൻ എന്ന നായുടെ പേരിൽ ഇനിയും നീ നാവാട്ടമാടിയാൽ ഞാൻ നിന്റെ നാവ് പിഴുതെടുക്കും. വാശി തോന്നിയാൽ ഞാൻ ഏതളവ് വരെ പോകുമെന്ന് പറയാതെ നിനക്കറിയാമല്ലോ. ഒരേ രക്തത്തിൽ അബദ്ധത്തിലാണെങ്കിലും പിറന്നതല്ലേ നമ്മൾ. വാശി എനിക്കുണ്ട്. ഞാൻ ജയന്തനെ ഇഷ്ടപ്പെട്ടു പോയി. ഉயிருള്ളിടത്തോളം കാലം മറക്കാനും കഴിയില്ല. നിനക്ക് എന്നെയോ ജയന്തനെയോ കൊല്ലാൻ കഴിയും. അങ്ങനെ കൊന്നു കളഞ്ഞാലും ഞാൻ അതിൽ നിന്ന് പിന്മാറുകയില്ല. തമ്പുരാനെ, കുമാരിയെ വെറുതെ വിടരുത്. തമ്പുരാനെ, അവിടുന്ന് കോപം മുടക്കാനാവുന്നില്ലെങ്കിൽ അടിയനെ കൊന്നോളൂ. കുമാരിയെ വെറുതെ വിടണേ. കുട്ടിക്കാലത്ത് അവിടത്തെ ഒരുപാട് പരിപാലിച്ച ഈ ഉള്ളവളുടെ അപേക്ഷ കൈക്കൊള്ളണേ. നീ ഈ ഇരുട്ടറയിൽ കിടന്ന് നരകിച്ച് ചത്താലും നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല കാളികെ. പാടാകെ വലവിരിച്ചിട്ടുണ്ട് ഞാൻ. കിട്ടിയാൽ എതിർദിശയിൽ പോകുന്ന 2 രഥങ്ങളിൽ ഇരു കാലുകളും കെട്ടി നെടുകെ പിളർന്നൊടുക്കും നാം അവന്. സാരമില്ല കുമാരി, എല്ലാം ശരിയാവും. ഇല്ല തൊഴിൽ, ഒന്നും ശരിയാവാൻ പോകുന്നില്ല. എന്റെ ജയന്തനെ അവൻ കൊല്ലും. പ്രിയപ്പെട്ടവരെയെല്ലാം നഷ്ടപ്പെടാനുള്ള ദുരിത ജാതകം ആ കാളികയ്ക്ക്. അങ്ങനെ കൊല്ലാനാണെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടണമോ കുമാരി? കുമാരി വിഷ്ണു ഭക്തയല്ലേ? ഭഗവാൻ ശ്രീഹരിയെ എപ്പോഴും പ്രാർത്ഥിക്കണം. സ്ഥിതീശ്വരനായ അവിടുന്ന് പരിഹാരമുണ്ടാക്കും. മാത്രമല്ല, ഇനി അധികം വൈകിക്കേണ്ട. അനുയോജ്യമായ അവസരത്തിൽ ജയന്തകുമാരനെയും കൂട്ടി ഈ ദേശത്തിന്റെ അതിര് കടക്കണം. എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിക്കണം. അമ്മയ്ക്ക് പകരം അമ്മയായി വളർത്തിയ ഈ ഉള്ളവളുടെ പ്രാർത്ഥനയാണിത്.
കാളികേ കുമാരി കുമാരി ജയന്തന്റെ ശബ്ദം. കുമാരി, ജയന്ത, ഇത് സ്വപ്നമല്ല കുമാരി, സ്വച്ഛമായ പരമാർത്ഥം. ഇതെങ്ങനെ ഇത്രയും സുരക്ഷയെ ഭേദിച്ച്? പ്രണയത്തിന് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് കുമാരി. ഞാൻ മരിച്ചോളാം, എന്റെ ജയന്ത രക്ഷപ്പെട്ടാ മതി. അങ്ങനെ നിന്നെ മരണത്തിന്റെ വായിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഈ ജയന്തിന് ജീവിക്കണ്ടെങ്കിലോ? വാഴുന്നെങ്കിൽ ഒരുമിച്ച്, വീഴുന്നെങ്കിലും ഒരുമിച്ച്. പക്ഷെ എങ്ങനെ? ഞാൻ ചുമക്കും നിന്നെ കഴിയുന്നത്ര ദൂരം. ഒട്ടും കഴിയാതെ കാൽ കുഴഞ്ഞു വീണാൽ വിധിയെ നമുക്ക് ഒരുമിച്ച് സ്വീകരിക്കാം. അല്ലാതെ നിന്റെ പ്രാണൻ പെരുവഴിയിൽ കഴുകന് മിച്ചമിട്ടിട്ട് പിന്തിരിഞ്ഞോടാൻ ഞാനൊരു ഷണ്ടനല്ല. എഴുന്നേൽക്കൂ, ഞാൻ നിന്നെ ചുമലിലേറ്റാം. വരൂ. വേണ്ട, അവളെ ചുമലിലേറ്റാൻ നാമുണ്ട്. പറഞ്ഞില്ലേ, നാം ചുമന്നുകൊണ്ടു പോകാ ഇവളെ. ലക്ഷണമൊത്ത ഇവളെ തേടിയാണ് കാലം കുറേയായി അലയുന്നത്. കൺമുന്നിൽ കൊണ്ടു തന്നു കാലം. നിങ്ങളാരാ? എന്താ വേണ്ടത്? ഞാൻ അസുര രാജാവ് ചണ്ഡബാഹു. വേണ്ടത് ഇവളെ, കാളികയെ. എന്തിനാ? അതെന്തിനെന്ന് ചോദിച്ചാ കഥ ഒരുപാട് പറയേണ്ടി വരും. നേരമില്ല നമുക്ക്. ഒറ്റ വാക്കിൽ പറയാം, ഇവളെ സ്വന്തമാക്കാം. ഇവൾ എന്റെ പെണ്ണ. ഇനി എന്റേതാണ്. ഒഴിമാറ്. ഇല്ല, നീ ആരായാലും എനിക്കൊന്നുമില്ല. ഇവൾ എന്റെ പെണ്ണ. ഇവളെ തൊടാൻ ശ്രമിച്ചാൽ ഞാൻ ഇന്ദ്രന് പോലും തടുക്കാൻ കഴിയാത്ത കയ്യാണ്. ചട്ടിട്ടുണ്ടാവില്ല. അവനെയും എടുത്ത് രഥത്തിലിട്ടോ. ആരവിടെ? അസുരാധിപൻ ചണ്ഡബാഹുവിന്റെ രഥം ഒരുങ്ങട്ടെ. മൗനം ഒന്നിനും പരിഹാരമല്ല കാളിക, പ്രത്യേകിച്ച് ചണ്ഡബാഹുവിന്റെ മുന്നിൽ. നമ്മുടെ പട്ടമകക്ഷിയാവുക എന്നത് നിസാരമല്ല, നിഷേധ്യവുമല്ല. ഞാൻ പറയട്ടെ, പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? ഉലകം നയിക്കുന്ന ദേവന് പോലും ആശിച്ച പെണ്ണിനെ സ്വന്തമാക്കുന്നതിൽ നിന്ന് ചണ്ഡബാഹുവിനെ തടയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കേവലം ഒരു ദേശവാഴിയുടെ മകൾക്ക് എത്രത്തോളം എതിർത്തു നിൽക്കാൻ കഴിയും? ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നവളാ കാളിക. എന്റെ ദുഃഖം പത്മനാഭൻ കാണാതിരിക്കില്ല. ഏത് വിഷ്ണു, ഏത് പത്മനാഭൻ? നമ്മുടെ കാര്യത്തിൽ നാം തന്നെയാണ്. ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമൊക്കെ. മനസ്സാ മറ്റൊരുത്തനെ വരച്ച പെണ്ണാ കാളിക. അറിയാതെ പോലും വേറൊരു പുരുഷനെ ചിന്തിച്ചിട്ടില്ലാത്തവൾ. ദയവായി ഞങ്ങളെ വെറുതെ വിടൂ. നിങ്ങളുടെ അറ പങ്കിടാൻ ആയുസ്സുള്ളിടത്തോളം കാലം എനിക്ക് കഴിയില്ല. ആത്മാഭിമാനമുള്ള പെണ്ണൊരുത്തിയാണ് കാളിക. നോക്കൂ കാളികെ, മറ്റു സ്ത്രീകളെപ്പോലെ ഉപയോഗിച്ചുപേക്ഷിക്കാനുള്ള പഴന്തുണിയായിട്ടല്ല, നമ്മുടെ ഭാര്യയായി അന്തസ്സായി കഴിയാനാണ് നാം ക്ഷണിക്കുന്നത്. നിന്റെ സമ്മതത്തോടെ
നിന്നെ സ്വന്തമാക്കിയാൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ എന്ന് ഗുരു കപോതൻ ആണയിട്ട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കാളികേ, നിന്നെ കണ്ട നിമിഷം കാട്ടിൽ വെച്ച് പ്രാപിച്ച ശേഷം കരിയിലകൾ കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞേനെ നാം നിന്നെ. നിന്റെ അനുവാദത്തോടുകൂടി മാത്രമേ സാധ്യമാവൂ എന്ന നിബന്ധന, ആ ഒറ്റ നിബന്ധനയാണ് ഉച്ചത്തിൽ സംസാരിക്കാനുള്ള കുരൽ. നിന്റെ പ്രാണനിൽ അവശേഷിക്കുന്നതിന്റെ കാരണം. സമ്മതിക്ക്. സമ്മതിക്കാൻ. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കും. കാരണം നിന്നെ ഞാൻ കൊല്ലില്ല. കൊല്ലാൻ പോകുന്നത് അവനെയാ, നിന്റെ കൺമുന്നിൽ വെച്ച് ഇഞ്ചിഞ്ചായി. ആരവിടെ? കൊണ്ടുവാ ആ നായെ. ദേവചക്രവർത്തി ഇന്ദ്രനെ തിരണ്ടിവാലുകൊണ്ട് അടിച്ചു തിരത്തിയ ചണ്ടബാഹുവാണ് നാം. കേവലം ഒരു പെണ്ണിനെ അനുസരിപ്പിക്കാൻ കഴിയില്ല എങ്കിൽ നാം ആത്മാഹുതി ചെയ്യും. ഒരടി മുന്നോട്ട് വയ്ക്കരുത്. ഇരുമ്പിനെ പിളർക്കാനാവതുള്ള വാൾത്തലപ്പാണ് അവന്റെ കൊരവള്ളിയിൽ മുട്ടി നിൽക്കുന്നത്. കെഞ്ചിയും കലഹിച്ചും കരഞ്ഞും നാം കേണു നമ്മെ സ്വീകരിക്കാൻ. ചിലരങ്ങനെയാ. തീയെന്ന് ചൊല്ലിയാൽ തിരിയില്ല, തൊട്ടു പൊള്ളിയാലേ തിരിയൂ. ആരവിടെ? ജയന്തൻ എന്ന ഇവന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ക്രൂര ശിക്ഷാവിധിയായ ഘോരവ്യൂഹം ആരംഭിക്കട്ടെ. അയ്യോ, ചൂട്, ചൂട്, സഹിക്കാൻ കഴിയുന്നില്ല. ഉഗ്രമായ ചൂട് പഴുക്കുന്നു. മുകളിൽ നിന്ന് കൊടിയ വിഷമുള്ള വിശന്ന ഘോരനാഗങ്ങളെ കെട്ടിയിറക്കുക. അയ്യോ, 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 ചണ്ടബാഹു, ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ ആറ പങ്കിടാൻ ഞാൻ തയ്യാറാണ്. എന്റെ ജയന്തനെ ജീവനോടെ വിട്ടാൽ മാത്രം മതി. നീ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇത്ര വേഗം സമ്മതിക്കുമെന്ന് കരുതിയില്ല. നല്ലത്. ഇതാണ് നമ്മുടെ മണിയറ. ആ നിന്റെ പ്രിയപ്പെട്ടവനും കൂടി കണ്ട് ആസ്വദിക്കട്ടെ ചണ്ടബാഹുവും കാളികയുമായുള്ള മധുവധുവിന്റെ മധുര നിമിഷങ്ങൾ. വായുടെ ഉടൽ മാംസത്തിൽ ഉഗ്രകാമനകളുടെ മതസാഗരമൊളിപ്പിച്ച അത്ഭുതമാണ് നീ. ചൂടിലും ചൂരിലും ചോരുന്ന വിയർപ്പിലും പൗരുഷത്തെ തളച്ചിടാൻ പോന്ന കാമസുരഭി. ഇന്നോളം അനുഭവിച്ചിട്ടില്ല ഇത്ര പെണ്ണത്തമുള്ള ഒരു മേനിയെ.
നന്ദി നന്ദി ഗുരു കപോതരെ. ഏയ്, ഇനി നീ എന്തിനു കരയണം? നീ അസുര ചക്രവർത്തി ചണ്ഡബാഹുവിന്റെ പെണ്ണ. നിന്റെ ദേവതാംശത്താൽ നാളെ ഉലകം ഭരിക്കാൻ പോകുന്ന ലോക ചക്രവർത്തി ചണ്ഡബാഹുവിന്റെ പെണ്ണ്. മറ്റൊന്നും ഓർത്ത് നീ വ്യാകുലപ്പെടേണ്ട. അകത്തെ പള്ളിയറയിലേക്ക് പൊയ്ക്കൊള്ളുക. പോയി ശയിച്ചുകൊള്ളുക. ജയന്തനെ മോചിപ്പിച്ചു. ഊവല്ലോ കാളികേ, സ്വന്തം കാമുകിയെ കൺമുന്നിൽ വെച്ച് മറ്റൊരുത്തം പ്രാപിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നവനെ ചുമ്മാ മോചിപ്പിച്ചാൽ അവൻ നാളെ ബലമുള്ള മറ്റാരെയെങ്കിലും കൂട്ടുപിടിച്ചു വന്നാലോ എന്റെ തലയെടുക്കാൻ. അതുകൊണ്ട് ജയന്തനെ മൊത്തമായി മോചിപ്പിച്ചില്ല. തൽക്കാലം തല മാത്രം മോചിപ്പിച്ചു, ഉടലിൽ നിന്ന്. അല്ലയോ വിഷ്ണുദേവ, നരകാന്തക, ഒരു പെണ്ണ്, അതും കണ്ണു കീറിയ കാലം മുതൽ നിന്നെ മാത്രം ഭജിച്ചും തപിച്ചും ജീവിച്ചൊരു പെണ്ണ്. അവൾ മാനവും പ്രാണനും പൊള്ളി നിലവിളിച്ചിട്ടും നിനക്ക് മനമറിയുന്നില്ലേ? കാത്തുകൊള്ളണേ കൈടമാരി എന്ന് ആർത്തു വിളിച്ച പല ആപത്ഘട്ടങ്ങളിലും നീ വന്നില്ല, സഹായിച്ചില്ല. ഞാനത് കാര്യമാക്കുന്നില്ല, ഞാനത് സാരമാക്കുന്നില്ല. പക്ഷെ ഇപ്പോ ഈ ദുർഘട സന്ധിയിൽ ജീവനും ജീവിതവും ഒരു നാണം കെട്ട അസുരനാൽ കെട്ടുപൊള്ളി ഒടുങ്ങിയ പാവം ഭക്ത ചങ്ക കീറി വിളിച്ചിട്ടും ഭഗവാനെ നിനക്ക് വരാനായില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ നീ? പിന്നെ എനിക്ക് എന്തിനാ എന്റെ പ്രാണൻ? പാലാഴിയിൽ പള്ളികൊള്ളും നീ പാലനത്തിന്റെ ദൈവമെന്ന് പാടി പഠിച്ചത് തെറ്റായിരുന്നുവോ? ആർത്തിയുടെ അർത്ഥനയ്ക്ക് ഉത്തരമേകുന്ന അഖിലജ്ഞാനി എന്ന് ധരിച്ചു വച്ചത് അബദ്ധമായിരുന്നുവോ? മഹാവിഷ്ണു, നീ ഒരു കള്ളമായിരുന്നുവോ? കള്ളമായിരുന്നുവോ? കള്ളമായിരുന്നുവോ?
മതിയായിരിക്കുന്നു കാളികയ്ക്ക്. എന്റെ മാനവും എനിക്ക് പ്രിയപ്പെട്ടവന്റെ ജീവനും നിന്ദ്യവും നീചവുമായ രീതിയിൽ ചവിട്ടിയരച്ച ചണ്ടബാഹുവിനോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രാണൻ വേണ്ട. ആയിരക്കണക്കിനടി താഴേക്ക് വീഴുമ്പോൾ പാറക്കഷ്ണങ്ങളിലും വൃക്ഷത്തലപ്പുകളിലും വീണ് ചിന്നിച്ചിതറുന്ന മൂടയായ ഒരു വിഷ്ണു ഭക്തയുടെ ശവം കണ്ട് രമാകാന്ത, നീ സന്തോഷിച്ചു കൊള്ളുക, നീ സന്തോഷിച്ചു കൊള്ളുക. ദേവി കാളികേ, ഭഗവാനെ, അങ്ങ് ഒടുവിലങ്ങ് വന്നു. അങ്ങനെ എന്താ വിളിച്ചത്? ദേവി കാളുകയെന്നോ? ഞാൻ കേവലം ഒരു മനുഷ്യ സ്ത്രീയാണ്. അല്ല, നീ കേവലം ഒരു മനുഷ്യ സ്ത്രീയല്ല. ശചീദേവിയുടെ അംശമായി ജന്മം കൊണ്ട ദേവി കാളികയാണ് നീ. ഈ ജന്മത്തിൽ ദുരന്തങ്ങൾ മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട മഹാദേവി കാളിക. എനിക്ക് അവനോട് പ്രതികാരം ചെയ്യണം കൈടഭാരി. എന്റെ ജീവിതം മുച്ചൂടും തകർത്ത അസുര ചക്രവർത്തി ചണ്ടബാഹുവിനോട് പ്രതികാരം ചെയ്യണം അനന്തശയന, പ്രതികാരം ചെയ്യണം. ഇല്ല ദേവി, ഈ ജന്മം അത് സാധ്യമല്ല. കാരണം ഭഗവാൻ ശിവന്റെ വരബലമുള്ളവനാണ് ചണ്ടബാഹു. അവനെ ദേവിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കും. അങ്ങേക്കും? ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. എന്റെ ഭഗവാൻ മഹാവിഷ്ണുവിന് സാധ്യമല്ലാത്തതായി ഒന്നുമില്ല. അപ്പോ ഇത് വിഷ്ണു അല്ല, മറ്റാരോ മായാവിദ്യ കാട്ടി എന്നെ ഭ്രമിപ്പിക്കുക. നാം സ്ഥിതീശ്വരനായ മഹാവിഷ്ണു തന്നെയാണ് ദേവി. ഇല്ല, ഇല്ല, ഒരസുരനെ കൊല്ലാൻ പോലും ശേഷിയില്ലാത്ത നീ വിഷ്ണു അല്ല, നീ വിഷ്ണു അല്ല. ഒരു ഉത്തമ ഭക്തയ്ക്ക് നമ്മിൽ അവിശ്വാസം വന്നാൽ അവളെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ധർമ്മമാണ്. നാം വിഷ്ണുവാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്താം. കണ്ടുകൊള്ളുക നമ്മുടെ വിശ്വരൂപം. जगज्जालपालं गजत्कण्ठमालं शरच्चन्द्रबालं महादैत्यकालं नभो नीलकायं दुरावारमायं सुपद्मासहायं भजेऽहं भजेऽहम् सदाम्बोधिवासं गलत्पुष्पहासं जगत्सन्निवासं शतादित्यभासं गदाचक्रशस्त्रं लसत्पीतवस्त्रं हसच्चारुवक्त्रं भजेऽहं भजेऽहम् നാം നിന്നോട് പറഞ്ഞത് നേരാണ്. ഈ ജന്മം നിനക്കവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എങ്കിലും നിന്റെ പ്രതികാരം ഫലം കാണുക തന്നെ ചെയ്യും. അടുത്ത ജന്മത്തിൽ, ആ ജന്മത്തിൽ നീ പുനർജനിക്കും. മറ്റൊരു പേരിൽ, കരുത്തയായ ഒരു സ്ത്രീയായി. നീ മാത്രമല്ല, നിന്റെ പ്രിയപ്പെട്ട ജയന്തൻ നിന്റെ ഭർത്താവാകും. നീ തകർക്കാൻ കൊതിക്കുന്ന ചണ്ടബാഹുവും ഈ നാമും
ആ സമയത്ത് പിറവി കൊള്ളും. അന്ന് ചണ്ഡബാഹുവിന്റെ ജന്മത്തിന്റെ പതനം അവന്റെ മാത്രമല്ല, അവന്റെ കുലത്തിന്റെ മുഴുവൻ പതനത്തിന് കാളികയെ നീ കാരണമാകും. അന്ന് കളങ്ങൾ ഒരുക്കി കളി നിയന്ത്രിക്കാൻ നാം ഉണ്ടാവും. കാത്തിരിക്കുക കാളികയെ. അഗ്നിയിൽ സ്ഫുടം ചെയ്യുന്ന പുതിയ ജന്മത്തിനായി, കരുത്തുള്ള മഹാദേവി കാളികയുടെ അടുത്ത ജന്മത്തിനായി, ഉലകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉഗ്രമായ സ്ത്രീ ജന്മത്തിനായി. സുദർശനം നിരത്തുമ്പിലുദിപ്പിച്ച ഹൃദയമംഗള ശ്രീഹരേ, പാഹി മാം പാഹി മാം പാഹി മാം, പാഹി മാം പാഹി മാം പാഹി മാം. പാഞ്ചാലിയായി പുനർജനിച്ച കാളികയുടെ കഥ പറയുമ്പോൾ പലതും നമ്മൾ കേട്ടിട്ടുള്ളതാവും. പക്ഷേ കേട്ട കഥകൾക്കിടയിലെ കേൾക്കാത്ത ചില തലങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പാഞ്ചാലി വളർന്ന് യൗവനയുക്തിയായതും അർജുനൻ മീനിന്റെ കണ്ണിൽ അമ്പെയ്ത് അവളെ സ്വന്തമാക്കിയതും ചരിത്രം. പാഞ്ചാലിയുടെ പ്രഥമ മധുവിധു രാത്രിയിൽ ആനന്ദത്തിന്റെ മധുരമാണ് ഉണ്ടാവേണ്ടത് ഏതൊരു പെണ്ണിനും. പക്ഷേ പാഞ്ചാലി സ്വയംവരവും കഴിഞ്ഞ് കാട്ടുനടുവിലെ പാണ്ഡവ കുടിലിലെ പ്രഥമ രാത്രിയിലേക്ക്. കൃഷ്ണേ, കൃഷ്ണേ, കൃഷ്ണേ. ഭഗവാനെ, വനമാലി, അങ്ങ് അർത്ഥനയുടെ വലിപ്പവും പ്രാധാന്യവുമാണ് ദേവനെയും ഭക്തനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. എനിക്ക് കാണാം ഭവതിയുടെ മാനസം. പിന്നെന്തേ കൃഷ്ണ, അവിടുന്ന് ഈ ഭക്തയുടെ മനസ്സിനെ നെരുപ്പോടിലാഴ്ത്താൻ കൂട്ടു നിൽക്കുന്നു. അവിടുത്തേക്ക് അറിവുള്ളതല്ലേ എന്റെ മനസ്സിൽ അങ്ങയുടെ പ്രിയ സഖാവ് അർജുനൻ മാത്രമേ ഉള്ളൂ. ആ ചിന്തകളേ ഉള്ളൂ. പിതാവിനെ പോലെ ബഹുമാനിക്കുന്ന യുധിഷ്ഠിരനെയും ജ്യേഷ്ഠനായി തോന്നുന്ന ഭീമനെയും കുട്ടിപ്രായം വിട്ടുമാറാത്ത നകുല സഹദേവന്മാരെയും എങ്ങനെയാണ് ഞാൻ? നോക്കൂ പാഞ്ചാലി, നീ പറഞ്ഞത് തന്നെയാണ് ശരി. ഭാര്യയായിരിക്കുമ്പോഴും യുധിഷ്ഠിരന് മകളെപ്പോലെയും ഭീമൻ അനുജത്തി കൂടിയായും നകുല സഹദേവന്മാരോട് അമ്മയെപ്പോലെയും പെരുമാറുക. ഒരു ജന്മത്തിൽ 1000 മുഖങ്ങൾ. അതാണ് പാഞ്ചാലിയുടെ ജീവിത നിയോഗം. ഇല്ല കൃഷ്ണ, ഇത്തരത്തിലൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതും പല പുരുഷന്മാരോടൊപ്പം. ഇല്ല, ഇനി ഞാൻ എന്റെ പ്രാണനെ അവസാനിപ്പിക്കാൻ പോവാ. അല്ല ദ്രൗപദി, ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്നും നാം കൈപിടിച്ചുയർത്തിയ നീ വീണ്ടും അതേ ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ചിരിച്ചുപോയതാണ്. ആത്മഹത്യ ഇതിനു മുമ്പ് ഇല്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ ജന്മത്തിലല്ല, കഴിഞ്ഞ ജന്മത്തിൽ. അല്ലയോ കൃഷ്ണേ, ഇപ്പോൾ നീ എത്തിയിരിക്കുന്നത് എവിടെ എന്തിനെന്നറിയണമെങ്കിൽ പൂർവജന്മത്തിൽ നീ ആരായിരുന്നു എന്നറിയണം. കാളികയുടെ പുനരവതാരമാണ് പാഞ്ചാലി എന്ന സത്യം നീ മനസ്സിലാക്കണം. കാളിക? ഞാൻ
ഭഗവാനെ, എനിക്കങ്ങനെ നൊമ്പരങ്ങൾ മാത്രമുള്ളൊരു പൂർവ്വജന്മമോ? നാം നേരുകേട് പറയുമോ? അന്നത്തെ നിന്റെ പ്രാണേശ്വരനായിരുന്ന ജയന്തനെ വേൽക്കുക എന്നത് ഈ ജന്മലക്ഷ്യമാണ്. പാണ്ഡവരഞ്ചിൽ ഒരാളാണ് ജയന്തന്റെ പുനരവതാരം. അത് അർജുനനാണെന്ന് എന്തുറപ്പ്? മറ്റു 4 പേരിൽ ഒരാളായിക്കൂടെ? ഒരു വേള അർജുനൻ തന്നെ ആയിക്കൂടുന്നുമില്ല. അങ്ങേക്കറിയാമല്ലോ ആരാണത്. തീർച്ചയായും എല്ലാ പ്രപഞ്ച സത്യങ്ങളും അർഹിക്കുന്ന സമയത്തെ അനാവൃതമാകൂ, ആകാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത്രമാത്രം അറിയുക, പാണ്ഡവന്മാർ 5 പേരുടെയും ഉത്തമ ഭാര്യയായി ജീവിക്കുകയാണ് നിന്റെ ജന്മലക്ഷ്യങ്ങളിലൊന്ന്. കരയാതെയും കലഹിക്കാതെയും അത് നിർവഹിക്കുക. നിന്റെ പൂർവകഥ ഭർത്താക്കന്മാരുൾപ്പെടെ ആരും അറിയാതെ നീ മാത്രമായി കാക്കുക. കാലം നിനക്കെല്ലാത്തിനും ഉത്തരം തന്നുകൊള്ളും. ഊവു മാധവ, അടിയൻ എന്നും അങ്ങയുടെ വാക്കുകൾ അനുസരിക്കും. ധ്രുപദന്റെ മകൾ കാത്തിരിക്കുകയാണ്. എന്റെ പൂർവ്വജീവിതത്തിലെ ജയന്തനും ചണ്ഡബാഹുവും ഈ ജന്മത്തിൽ ആരൊക്കെയായി പുനർജനിക്കുമെന്നറിയാൻ. അതിലേക്കുള്ള യാത്രയിൽ ആനന്ദത്തോടെ പാഞ്ചാലി പാണ്ഡവർ 5 പേരുടെയും ഭാര്യയാകാമെന്ന് സമ്മതിക്കുന്നു. കൃഷ്ണവചനം സംഭവ്യമായി. ഹസ്തിനപുരത്തെ കുന്തിയുടെയും മാദ്രിയുടെയും മക്കൾ 5 പാഞ്ചാലിയുടെ ഭർത്താക്കന്മാരായി. ഭഗവാൻ കൃഷ്ണന്റെ വാക്കുകൾ മാനിച്ച് ആ 5 പേരെയും പ്രണയപൂർവ്വം സ്വീകരിക്കാൻ അവൾ തയ്യാറായി. वंदन हो वंदन हो वंदन हो वंदन हो वीरवरा तुझ वंदन हो वंदन हो वंदन हो समरभूमिवारी सदा सुगंधित समरभूमिवारी समरभूमिवारी सदा सुगंधित तव देहाचे चंदन हो वंदन हो वंदन हो वंदन हो वंदन हो वीरवरा तुझ वंदन हो वंदन हो वंदन हो वंदन हो वंदन हो
ധീരനാ ധീരനാ ദിത്തോം തനന ധീരനാ ധീരനാ ദിത്തോം തനന ധീരനാ ധീരനാ ദിത്തോം തനന ധീരനാ ധീരനാ ഉദന ധീം തദന ധീം തന ധീരനാ ഉദന ധീം തദന ധീം തന ധീരനാ ധീം തനോ ധനോ ധനോ ധീരനാ ധീം തനോ ധനോ ധനോ ധീരനാ തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ ധീരനാ ഉദന ധീം തദന ധീം തന ധീരനാ ഉദന ധീം തദന ധീം തന ധീരനാ ധീം തനോ ധനോ ധനോ ധീരനാ ധീം തനോ ധനോ ധനോ ധീരനാ തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ ധീരനാ തോം തനന ധീരനാ കാലം കഴിഞ്ഞു. പാഞ്ചാലി ഹസ്തിനപുരത്തിന്റെ മരുമകളായി. ഭാരത ചരിത്രം കലങ്ങിക്കറുത്ത മഷിക്കൂട്ടുകളാൽ വിറച്ച് വരച്ചിട്ട ആ അഭിശപ്ത ദിവസം വന്നെത്തി. പെണ്ണിനെ ഈശ്വരിയായി കണ്ട സംസ്കാര പതികൾക്ക് മുന്നിൽ ആസുരത സർവസംഹാരമാടിയ ദിവസം. നീതിന്യായങ്ങളും നിസ്സഹായ വിലാപങ്ങളും നിരർത്ഥം ചതഞ്ഞരഞ്ഞ ആ നെറുകെട്ട ദിവസം. നോക്കൂ ശകുനിയമ്മാവ, നോക്കടാ ദുശാസന. ഇത്തട്ടിലും യുധിഷ്ഠിരൻ തോറ്റിരിക്കും. അക്ഷത്തിന്റെ മുന നമ്മുടെ കളത്തിൽ 12 പായം കളിയിൽ തലപ്പൊക്കമുണ്ടെന്ന് നനച്ച് ശകുനിയമ്മാവനോട് നേർത്ത ധർമ്മപുത്രന്റെ തുടർച്ചയായ 4ാം പരാജയം. യുധിഷ്ഠിര, സർവസമ്പാദ്യങ്ങളും രാജ്യവും സകല സ്ഥാവര ജംഗമ വസ്തുക്കളും പണയപ്പെട്ടു. ഇനിയുമുണ്ടോ മത്സരത്തിന്? വേണ്ട ധർമ്മപുത്ര. ഭീമസേന, എന്താണ് സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശകുനിയോട് ചൂത് മത്സരത്തിന് സമ്മതിക്കരുതെന്ന് 1000 വട്ടം ജ്യേഷ്ഠനോട് പറഞ്ഞതാണ് ഞാൻ. അർജുനനും പറഞ്ഞു, കേട്ടില്ല. അതുകൊണ്ട് എന്തായി? മാതാവ് കുന്തിദേവിയുടെ മൂക്കുകുത്തി ഉൾപ്പെടെ സർവസമ്പാദ്യങ്ങളും ചൂതിൽ നഷ്ടപ്പെട്ടു. മണ്ണും പൊന്നും ചവിട്ടി നിൽക്കുന്ന ഈ തറ പോലും സമ്മതിക്കരുത്. അങ്ങയിൽ മാത്രമാണ് എനിക്ക് പ്രതീക്ഷ. പോയത് പോട്ടെ, ഇനിയൊരു മത്സരത്തിന് സമ്മതിക്കരുത് ധർമ്മപുത്രരെ. എനിക്ക് എന്ത് കഴിയും കൃഷ്ണേ? ഓരോ തവണയും എതിർക്കുമ്പോൾ ജ്യേഷ്ഠൻ പിതൃതുല്യനാണ്, അനുസരിച്ചാൽ മതിയെന്ന തത്വശാസ്ത്രവും വീണ്ടും എന്തോ പണയം വെച്ച് കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. സങ്കടവും ദേഷ്യവും സഹിക്കാൻ കഴിയാതെ ഒരിറ്റാശ്വാസത്തിന് വേണ്ടി വന്നതാണ് പാഞ്ചാലി ഞാൻ. അങ്ങനെ യുധിഷ്ഠിരൻ താനുൾപ്പെടെ പാണ്ഡവർ 5നെയും പണയം വെച്ച ചൂതിലും ശകുനി ജയിച്ചിരിക്കും. പാണ്ഡവർ 5ഉം ഇനി നമ്മുടെ അടിമകൾ. എവിടെ അടിമയായ ഭീമൻ?
എവിടെ ഭീമൻ? എനിക്കെന്തോ ഭയം തോന്നുന്നു. ഭയക്കണം. ഇതിലും വലുതെന്തോ വരാനിരിക്കുന്നു. ഞാനായിരുന്നു ധർമ്മപുത്രരെങ്കിൽ എന്റെ പെണ്ണിനെ ഇങ്ങനെ ദുഃഖങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ കാത്തു പൊതിഞ്ഞേനെ. ഇതിപ്പോ കണ്ണ, മാധവ, ഏതൊക്കെ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് ഞാൻ. കൈവിടല്ലേ കാരുണ്യവാരിധേ, കാലു പുലർന്ന് കരയുന്ന ഈ ഉള്ളവളെ കൈവിടല്ലേ കൃഷ്ണ. പാഞ്ചാലി, പ്രതിസന്ധികൾ ഇനിയും വരും. ഇല്ല, വന്നു കഴിഞ്ഞു. നാം നിന്നോട് പറഞ്ഞില്ലേ, കഴിഞ്ഞ ജന്മത്തിലെ നിന്റെ ജയന്തനെയും ചണ്ഡബാഹുവിനെയും നിനക്കൊരു നാൾ മനസ്സിലാകുമെന്ന്. ഇപ്പോൾ നിന്റെ കരം പുണർന്നു പോയ ഭീമസേനനാണ് കഴിഞ്ഞ ജന്മത്തിലെ നീ കൊതിച്ച ജയന്തൻ. ദ്രൗപദി, ചണ്ഡബാഹുവിന്റെ പുനരവതാരം ഈ മുറിയിലേക്ക് അല്പനേരത്തിനകം നിന്നെ തേടി വരും. ഇതാ, ലോകത്തിലാദ്യമായ ഒരു മൂഢൻ സ്വന്തം ഭാര്യയെ പണയം വെച്ച് ചൂതുകളി തോറ്റിരിക്കുന്നു. പാഞ്ചാലി, നീ നമ്മുടെ അടിമ. അടിമയ്ക്ക് അന്തഃപുരത്തിൽ എന്ത് കാര്യം? അനുജ, ദുശാസന, വലിച്ചിഴച്ചു കൊണ്ടുപാടാ ആ മാനം കെട്ടവളെ സഭാതലത്തിലേക്ക്. ദ്രൗപദി, ചണ്ഡബാഹുവിന്റെ പുനരവതാരം ഈ മുറിയിലേക്ക് അല്പനേരത്തിനകം നിന്നെ തേടി വരും. നീ ഈ കൊട്ടാരത്തിൽ ആദ്യമായി വന്ന നാൾ മുതലുള്ള ആഗ്രഹമായിരുന്നു പൂ പോലത്തെ നിന്റെ ഉടലിലൊന്ന് തുടങ്ങണമെന്ന്. കഴിഞ്ഞില്ല. ഇന്നിതാ നിന്നെ വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ അനുവാദം കിട്ടിയിരിക്കുന്നു. ഓടി. കൃഷ്ണ, 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 മാധവ, മാധവ, പീതാംബര, കള്ളച്ചൂത് കളിക്കും ശകുനികൾ ഇടനെഞ്ചു പൊട്ടിച്ചിരിക്കുന്നു. കള്ളച്ചൂത് കളിക്കും ശകുനികൾ ഇടനെഞ്ചു പൊട്ടിച്ചിരിക്കുന്നു. അപമാനിതയാം പാഞ്ചാലി കണ്ണീരോ